യെശയ്യാ പ്രവചനം 58 2 എങ്കിലും അവർ എന്നെ ദിനം പ്രതി അന്വേഷിച്ച് എൻ്റെ വഴികളെ അറിവാൻ ഇച്ഛിക്കുന്നു. നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ വലിയവയാണ്. നിത്യകാലം ദൈവത്തോടൊപ്പം ആയിരിക്കുന്നതിനായി നമ്മെ ഒരുക്കുക എന്നതാണ് ഭൂമിയിലെ നമ്മുടെ ജീവിതം കൊണ്ടുള്ള ദൈവിക പദ്ധതി എന്ന് ഒറ്റവാക്കിൽ പറയാമെങ്കിലും നമ്മുടെ മരണം വരെയും ഓരോ നിമിഷവും ദൈവഹിതം അറിഞ്ഞ് അത് ചെയ്യുന്നവരാകാൻ ദൈവം ഇച്ഛിക്കുന്നു. ഓരോ ദിവസവുമുള്ള ദൈവിക പദ്ധതികൾ അറിയാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. അത് ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തിയെങ്കിലേ സാധ്യമാവുകയുള്ളൂ. ദൈവം വിവിധ നിലകളിൽ തൻ്റെ ഇഷ്ടം നമ്മെ അറിയിക്കും. ദൈവാലോചന ചോദിച്ച തൻ്റെ ഭക്തന്മാർക്കായി തൻ്റെ പ്രവാചകന്മാരിലൂടെ ദൈവം അത് അറിയിച്ചിട്ടുള്ളത് പഴയ നിയമത്തിൽ പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലർക്ക് സ്വപ്നത്തിൽ ദൈവിക അരുളപ്പാടുണ്ടായതായും മറ്റു ചിലർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദർശനങ്ങൾ ലഭിച്ചതായും നാം വായിക്കുന്നു. ഇതെല്ലാം ഒരുപക്ഷെ നമുക്കും അനുഭവമുള്ള കാര്യങ്ങളാകാം. എന്നാൽ എല്ലാ സമയവും ദൈവം അത്തരത്തിൽ സംസാരിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മെ ശരിയായ ദൈവിക വഴികളിലൂടെ നടത്താൻ ദൈവം തൻ്റെ തിരുവെഴുത്തുകളെ തന്നിരിക്കുന്നു. ഓരോ വേദഭാഗങ്ങളും വായിക്കുമ്പോൾ ഇതിലൂടെ ദൈവം എന്നോട് എന്താണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ശീലമായി മാറണം. ഒരിക്കൽ വായിക്കുകയും കേൾക്കുകയും ചെയ്ത ദൈവവചന സത്യങ്ങളും ആലോചനകളും ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ഓരോരോ ജീവിത സാഹചര്യങ്ങളിൽ പ്രായോഗികമാക്കുകയും വേണം. എല്ലാം അറിഞ്ഞവരെന്നോ തികഞ്ഞവരെന്നോ ഭാവിക്കാതെ ഓരോ നാളും ഈ പരിജ്ഞാനത്തിൽ വളരുവാൻ വാഞ്ചിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കണം. നിത്യതയോളം ഈ ദൈവാലോചന നമ്മെ വഴി നടത്തും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.